Good morning. Today's topic is performance of contract. Performance of contract എന്ന് പറഞ്ഞാൽ when the parties in a contract does something which is supposed to do under the contract, it is called performance. അതായത് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അത് ആക്ഷൻ അല്ലെങ്കിൽ അത് ഇൻ ആക്ഷൻ ബ്രിങ് ടു ആക്ഷൻ, അതായത് നടത്തും. എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയാണോ അവർ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തത് ആ കാര്യം നടത്തുമ്പോഴാണ് ആ കോൺട്രാക്റ്റ് പെർഫോം ആയി എന്ന് പറയാം. ഇപ്പോൾ സപ്പോസ് എ അഗ്രീസ് ടു സെൽ 10,000 ഫ്ലാറ്റ് വർത്ത് ₹10 lakhs ടു ബി, അതായിരുന്നു അവരുടെ കോൺട്രാക്റ്റ്. അപ്പം എ ബിക്ക് 10 lakhs ഫ്ലാറ്റ് കൊടുക്കാമെന്ന് പറയുന്നത്, അത് കൊടുക്കുമ്പോഴാണ് ആ കോൺട്രാക്റ്റ് പെർഫോം ആയി എന്ന് പറയുന്നത്. പെർഫോമൻസിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് അറ്റംപ്റ്റഡ് പെർഫോമൻസ്. അറ്റംപ്റ്റഡ് പെർഫോമൻസിൻ്റെ വേറൊരു പേരാണ് ടെൻഡർ. ടെൻഡർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കോൺട്രാക്റ്റ് ആക്ടിൽ എന്താണ് ടെൻഡർ? An offer to perform the contract is called tender or attempted performance. ഓക്കെ, അതായത് നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ കൊടുക്കുക, ബട്ട് അതർ പാർട്ടി എന്താക്കും? ഡിനൈ ചെയ്യും. ഇപ്പം എ പറഞ്ഞു ഓക്കെ ഞാൻ ഫ്ലാറ്റ് സെയിൽ ചെയ്യാൻ റെഡിയാണ്, ഇപ്പം നാളെ ഞാൻ ഫ്ലാറ്റിൻ്റെ കീ നിങ്ങൾക്ക് തരാൻ റെഡിയാണെന്ന് എ പറഞ്ഞു, ബട്ട് ബി ഡിനൈസ്. ഇവിടെ എ എന്ത് ചെയ്തു? ആ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി എ ഒരു ഓഫർ കൊടുത്തു, നാളെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ബി ഡിനൈ ചെയ്തു. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് എന്താണ്? അത് അറ്റംപ്റ്റ് ചെയ്തു പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ബട്ട് അതൊന്നും നടന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതിനെ പറയുന്നതാണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ടെൻഡർ. പിന്നെ ടെൻഡർ അല്ലെങ്കിൽ അറ്റംപ്റ്റഡ് പെർഫോമൻസ് നടക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ, ഇറ്റ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ. എ ടെൻഡർ വിത്ത് കണ്ടീഷൻ ഇസ് നോട്ട് എ വാലിഡ് ടെൻഡർ. ഇഫ് ഇറ്റ് ഈസ് എ പ്രോമിസ് ടു പേ മണി, then the promiser must offer the whole amount. Payment by check will not be proper tender unless agreement is for payment by check. അപ്പം എന്താണ് ഫസ്റ്റ് കണ്ടീഷനിൽ പറയുന്നത് വെച്ചാൽ അത് കുറേ പോയിൻറ്റ്സുകളെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനാണ്. കണ്ടീഷൻ നമ്പർ 1 പറയുന്നത് ഒരിക്കലും ടെൻഡർ അല്ലെങ്കിൽ അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്താവരുത്? കണ്ടീഷണൽ ആവരുത്. അതായത് നാളെ ഫ്ലാറ്റ് സെയിൽ ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് എ എങ്ങനെ പറയണം? നാളെ ഞാൻ ഫ്ലാറ്റ് സെയിൽ ചെയ്യാൻ റെഡിയാണെന്ന് ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഫുള്ളി അയാൾ റെഡി ആകുമ്പോഴേ പറയാൻ പാടില്ല. അല്ലെങ്കിൽ നാളെ എന്താണ് സപ്പോസ് നാളെ എനിക്ക് വേറൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുവാണെങ്കിൽ നാളെ ഞാൻ സെയിൽ ചെയ്യാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി? കണ്ടീഷൻ. ഒരു കണ്ടീഷൻ നടന്നു കഴിഞ്ഞാൽ നാളെ ഞാൻ പെർഫോം ചെയ്യാം, അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെൻഡർ വാലിഡ് ആവില്ല. വാലിഡ് ആവണമെങ്കിൽ എങ്ങനെ വേണം? അൺകണ്ടീഷണൽ ആയിരിക്കണം. പിന്നെ വേറെ എന്ത് വേണം? അതേപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും പൈസ കൊടുക്കാമെന്ന് പറയുന്ന ഒരു ഇപ്പം എ ബിക്ക് ഒരു 10 lakhs കൊടുക്കാമെന്ന് പറഞ്ഞു. എയും ബിയും തന്നെ വേണ്ട, എക്സും വൈയും. എക്സ് വൈക്ക് 10 lakhs കൊടുക്കാമെന്ന് പറയുന്നതായിരുന്നു ഇവരുടെ അഗ്രിമെൻറ്റ്. അപ്പോൾ ഈ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ടെൻഡർ ആവണമെങ്കിൽ എ എന്ത് ചെയ്യണം? ഫുൾ 10 lakhs തരാമെന്ന് പറഞ്ഞ് നാളെ തന്നെ തരാം അല്ലെങ്കിൽ ഇപ്പം തരാം എന്ന് പറയണം. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഫുൾ എമൗണ്ട് പറയണം. അല്ലെങ്കിൽ 5 lakh ഇന്ന് തരാം, 5 lakh നാളെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെൻഡർ ആവില്ല. ടെൻഡർ ആവണമെങ്കിൽ എത്ര എമൗണ്ടിനാണോ അവർ അഗ്രിമെൻറ്റ് ഇട്ടത് ആ ഫുൾ എമൗണ്ടും തരാൻ റെഡി ആകുമ്പോൾ മാത്രമേ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആവുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരിക്കലും ഇപ്പോൾ ക്യാഷ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് അഗ്രിമെൻ്റ് ആണെങ്കിൽ അത് ക്യാഷിന് പകരം ചെക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ടെൻഡർ ആവില്ല. നാളെ ഞാൻ 10 lakhs ചെക്ക് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെൻഡർ ആവില്ല. ബട്ട് അഗ്രിമെൻറ്റ് സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രിമെൻറ്റ് ഇടുന്ന സമയത്തേ ചെക്കിലാണ് തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. ബട്ട് അഗ്രിമെൻറ്റ് ഇടുന്ന സമയത്ത് ക്യാഷിൽ തരാമെന്ന് പറഞ്ഞിട്ട് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെൻഡർ ചെയ്യുന്ന സമയത്ത് പോയി ചെക്കിലേക്ക് മാറാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് നോട്ട് ബി കണ്ടീഷൻ അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി അൺകണ്ടീഷണൽ ആയിരിക്കണം. അതേപോലെ പേയ്മെൻറ്റ് ഓഫ് മണി ആണെങ്കിൽ ദ ഫുൾ എമൗണ്ട് ഷുഡ് ബി അറ്റംപ്റ്റഡ് ടു പെർഫോം. അത് ഫുൾ എമൗണ്ടിന് വേണം അവർ അറ്റംപ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ പേയ്മെൻറ്റ് ബൈ ക്യാഷ് ആണെങ്കിൽ ബൈ ചെക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാലിഡ് ടെൻഡർ ആവില്ല. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് ടെൻഡർ മസ്റ്റ് ബി മെയ്ഡ് അറ്റ് എ പ്രോപ്പർ ടൈം ആൻഡ് പ്ലേസ്. നമ്മൾ ടെൻഡർ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഓഫർ പെർഫോം ചെയ്യാമെന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ടൈമിലും അതേപോലെ പ്രോപ്പർ പ്ലേസിലും ആയിരിക്കണം. അതായത് ഇപ്പം നമ്മൾ അഗ്രിമെൻ്റ് ഇട്ടു, ഓക്കെ നമ്മൾ ഇത്ര ക്യാഷ് പേ ചെയ്യാം, പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ളൊരു സമയം ഏതെങ്കിലും നട്ടപ്പാതിരാത്രിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക
ഏതെങ്കിലും ഒരു സ്ട്രീറ്റിൽ വെച്ചോ അങ്ങനെയൊന്നും പെർഫോം ചെയ്ത് പ്രോപ്പറായിട്ട് ടൈമും പ്ലേസും അതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻറ്റൻഷൻ ഓഫ് പാർട്ടീസ്. അവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കുന്ന ഒരു പ്രോപ്പർ ടൈമിലും പ്രോപ്പർ പ്ലേസിലും ആവണം അറ്റംപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ടെൻഡർ ആവില്ല. അതേപോലെ തന്നെ എ ടെൻഡർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓർ അറ്റ് ദ ടൈം ആൻഡ് പ്ലേസ് അതർ ദാൻ അഗ്രീഡ് അപ്പോൺ ഇസ് നോട്ട് എ വാലിഡ് ടെൻഡർ. അതായത് നമ്മൾ ടെൻഡർ കൊടുക്കുന്ന സമയത്ത്, ടെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഏത് സമയത്ത് അഗ്രിമെൻറ്റ് എൻറ്റർ ചെയ്തത് ചൊവ്വാഴ്ച പെർഫോം ചെയ്യാമെന്നാണെങ്കിൽ ചൊവ്വാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തന്നെ റെഡി ആവണം. അല്ലാതെ അതിന് ഒരു മാസം മുന്നേ ഞാൻ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെൻഡർ അല്ല. അതേപോലെ തന്നെ ഒരു പാർട്ടി പെർഫോം ചെയ്യുമ്പോഴാണല്ലോ ടെൻഡർ ആവുന്നത്. അപ്പോൾ ഒരു പാർട്ടി റെഡിയാണ് പെർഫോം ചെയ്യാൻ, പക്ഷേ ഒരു മാസം മുന്നേ അങ്ങനെയൊന്നും പറ്റില്ല. അതേപോലെ തന്നെ ആദ്യം അവർ അഗ്രിമെൻറ്റ് ഇടുന്ന സമയത്ത് പറഞ്ഞത് കാസർഗോഡ് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർക്കിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനത്തിലോ വെച്ച് തരാമെന്നായിരുന്നു അഗ്രിമെൻ്റ് ഇട്ടത്. ബട്ട് പെർഫോമൻസിൻ്റെ സമയമായപ്പോഴത്തേക്കും പറഞ്ഞു അവിടെ പറ്റില്ല, ഞാൻ ബീച്ചിൽ വരാം. അങ്ങനെ പ്ലേസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും അത് വാലിഡ് ടെൻഡർ ആവില്ല. അപ്പോൾ ടെൻഡർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടൈമിലും പ്രോപ്പറായിട്ടുള്ള പ്ലേസിലും വെച്ച് വേണം ടെൻഡർ ഓഫർ കൊടുക്കാൻ. ഓക്കെ, അടുത്തത് when there are several promises and offer to any one of them is a valid tender. ഇപ്പോൾ കുറേ പ്രോമിസ് ഉണ്ട്, ഇപ്പോൾ എയും ബിയും തമ്മിലൊരു 5-6 പ്രോമിസ് ഉണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം ചെയ്യാമെന്ന് പറഞ്ഞാലും അത് എന്താണ് ടെൻഡറായിട്ട് തന്നെ കണക്കാക്കും. പക്ഷേ അതിൽ പറഞ്ഞ ഒരു പ്രോമിസ് എന്ന് പറഞ്ഞാൽ ആ പ്രോമിസിൻ്റെ എമൗണ്ടൊക്കെ കറക്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ അടുത്തത് വരുന്നത് ദ പേഴ്സൺ ടു ഹൂം ദ ടെൻഡർ ഈസ് മെയ്ഡ് must be given an opportunity of seeing that the promiser is able and willing to perform the whole of the promise. The reason is that an offer to perform a part of the promise is not a valid tender. അതായത് ഒരാൾ അറ്റംപ്റ്റഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ടെൻഡർ ചെയ്യാൻ ഇപ്പോൾ എ റെഡിയാണെന്ന് റെഡിയാണെന്ന് പറയുന്ന സമയത്ത് ബി എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം അയാൾക്ക്? ഇപ്പോൾ റെഡിയാണെന്ന് പറയുന്ന ആൾ ശരിക്കും റെഡി ആയിട്ട് തന്നെയാണോ, അല്ലെങ്കിൽ അയാൾ ഫുൾ പ്രോമിസ് ചെയ്യുമോ? അതൊക്കെ ബി ഉറപ്പ് വരുത്തണം, എന്നാൽ മാത്രമേ അവിടെ ടെൻഡർ ആവുള്ളൂ. ഇത്രയാണ് കണ്ടീഷൻസ് ഓഫ് ടെൻഡർ. ടെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടുപേരും എഗ്രിമെൻ്റ് ഇട്ടിരുന്നു, ബട്ട് അതിൽ ഒരാൾ മാത്രം പറഞ്ഞ ടൈമിൽ പ്രോമിസ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ റെഡി ആവുക, അതാണ് ടെൻഡർ. ടെൻഡർ എന്ന് പറഞ്ഞാൽ one person is ready to അല്ലെങ്കിൽ the one party is offered to perform the promise, that is called tender or attempted performance. Okay, പിന്നെ ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടുപേരും റെഡിയാണ്, both the parties are ready to perform the contract. It is called actual performance in time. അതായത് ഓൾറെഡി ഫിക്സ് ചെയ്ത ടൈമിൽ ഫിക്സ് ചെയ്ത പ്ലേസിൽ രണ്ടുപേരും റെഡി ആകുമ്പോഴാണ് ആക്ച്വൽ പെർഫോമൻസ് ഉണ്ടാകുന്നത്. ഇനി പെർഫോമൻസിൽ അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് വാസ് types of performance. It was actual performance and attempted performance or tender. Next topic is by whom a contract is to be performed. ആരാണ് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടത്? ഓക്കെ, അതിൽ ഫസ്റ്റ് കേസ് 1. In a contract of a personal nature, a promiser must himself perform the promise. അതായത് പേഴ്സണൽ നേച്ചർ ഉള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ ആരാണോ പ്രോമിസ് കൊടുത്തത്, പ്രോമിസർ അയാൾ തന്നെ വേണം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഇപ്പം എ പറഞ്ഞു എ ഈസ് വില്ലിങ് ടു മാരി ബി, ആ സമയത്ത് എ തന്നെ മാരി ചെയ്യണം, അല്ലാണ്ട് എൻ്റെ വേറെ ആർക്കെങ്കിലും വന്ന് കല്യാണം കഴിക്കാൻ പറ്റും ഇല്ല. അതേപോലെ പേഴ്സണൽ നേച്ചർ എ പറഞ്ഞു ബിക്കൊരു ഡ്രോയിങ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിലും എ തന്നെ ചെയ്യണം, കാരണം അതൊക്കെ പേഴ്സണലാണ്, അയാളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, രണ്ടാമത്തെ കേസ് 2. ഇൻ അതർ കേസസ് ദ പ്രോമിസർ ഓർ ഹിസ് ഏജൻറ്റ് മേ പെർഫോം ദ പ്രോമിസ്. അതുപോലെ ബിസിനസ് കോൺട്രാക്ട്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ സെയിൽ ഓഫ് ഫ്ലാറ്റ്, അതുപോലെ തന്നെ ക്യാഷ് കൊടുക്കാനുള്ളതാണെങ്കിൽ ഗുഡ്സ് ഡെലിവറി ചെയ്യാനുള്ള അങ്ങനത്തെ ബിസിനസ് നേച്ചർ ട്രാൻസാക്ഷൻസിന് വേണമെങ്കിൽ പ്രോമിസറിന് പറ്റാത്ത കേസിൽ ഏജൻറ്റിനെ വെക്കാം. അല്ലാതെ പേഴ്സണൽ മാറ്റേഴ്സിൽ അയാൾ തന്നെ നേരിട്ട് ചെയ്യണം. പിന്നെ വരുന്നത് വെൻ 2 or more persons make a joint promise, all of them must jointly perform the promise. ഇപ്പം 3 പേര് ഒരുമിച്ചാണ് ഒരു പ്രോമിസ് കൊടുത്തതെങ്കിൽ അവർ 3 പേരും ഒരുമിച്ച് തന്നെ ആ പ്രോമിസ് പെർഫോം ചെയ്യണം. ഇപ്പോൾ സപ്പോസ് റുമീന, ജസാല, സെബീല അപ്പം ഇവർ 3 പേരും കൂടെ നിങ്ങളുടെ ക്ലാസ് മൊത്തം പെയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കോളേജിലേക്കൊരു പ്രോമിസ് കൊടുത്തു. അവർ അതിനുള്ള പൈസ തരും. അങ്ങനെയുള്ളത് ഇറ്റ്സ് എ ജോയിൻറ്റ് പ്രോമിസ്. കാരണം പ്രോമിസറായിട്ട് നിൽക്കുന്ന ആരാണ്? ഈ 3 പേരും പ്രോമിസേഴ്സാണ്. പ്രോമിസീ ആരാണ്? കോളേജ് മാനേജ്മെൻറ്റ്. അങ്ങനെ
അപ്പോൾ ഇവർ പ്രോമിസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പെയിൻറ്റ് ചെയ്യാൻ റെഡിയായി, മറ്റേ ആൾ വന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ പെർഫോമൻസും പറയാൻ പറ്റില്ല. പെർഫോം ചെയ്യുന്ന സമയത്ത് ആരൊക്കെ ചേർന്നാണോ പ്രോമിസ് കൊടുത്തത് അവർ 3 പേരും തന്നെ ചെയ്യണം. ഇൻ കേസ് ഇതിലൊരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് ഉള്ള 2 പേരും ഈ മരിച്ചയാളുടെ ലീഗൽ ഹെയർ അല്ലെങ്കിൽ അവരുടെ അനന്തരാവകാശി, അവരുടെ മക്കളോ ഹസ്ബൻഡോ പേരൻറ്റോ അവരാരെങ്കിലും ചേർന്നിട്ടെങ്കിലും ഈ പ്രോമിസ് ചെയ്യണം. അതായത് 3% എൻ്റർ ചെയ്ത കോൺട്രാക്റ്റിന് 3% തന്നെ ചെയ്യണം. ഇൻ കേസ് ഒരാൾ മരിച്ചു പോയാൽ അയാളുടെ പകരക്കാരനായിട്ട് അയാളുടെ ലീഗൽ ഹെയർസ് ആരെങ്കിലും പറഞ്ഞാൽ, ഇനി എല്ലാവരും മരിച്ചു പോയി കഴിഞ്ഞാലോ എല്ലാവരുടെയും ലീഗൽ ഹെയർസ് ചെയ്തിട്ട് വേണം ഇത് പെർഫോം ചെയ്യാൻ പറ്റും. ഇത്രയാണ് ബൈ ഹൂം ദ പെർഫോമൻസ് ക്യാൻ ബി ഡൺ. അപ്പോൾ ഫസ്റ്റ് പഠിച്ചത് ടൈപ്സ് ഓഫ് പെർഫോമൻസ്, പിന്നെ ആരാണ് പെർഫോം ചെയ്യേണ്ടത്. പേഴ്സണൽ നേച്ചർ ഉള്ളതാണെങ്കിൽ promiser himself should perform. If it is of business nature, promiser can appoint agent. അല്ലെങ്കിൽ joint promise ആണെങ്കിൽ all the promisers jointly should perform the promise. In case any of the promiser dies, we should appoint his legal heirs in place of him and jointly perform the promise. അതാണ് ലോയിൽ പറയുന്നത്.